Morning. കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിവിഷൻ മാരത്തോൺ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളൊരു 5 days ആണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിവിഷൻ മാരത്തോൺ കൊണ്ട് നിങ്ങളെ എക്സാമിന് മെയ് എക്സാം എഴുതുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോർമുലാസ് എല്ലാം തന്നെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എക്സാമിന് ടൈം ലിമിറ്റിനുള്ളിലാണ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. സോ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് എങ്ങനെ സോൾവ് ചെയ്യണം, ഷോർട്ട് കട്ട് ട്രിക്ക് ഉണ്ടെങ്കിൽ അത്, ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത്, കാൽക്കുലേറ്റർ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ട്രൈറ്റ് അവേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. സോ നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് തിയറി ഒന്ന് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം ആ തിയറി യൂസ് ചെയ്തിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്താണ് റേഷ്യോ, ദെൻ പ്രപ്പോർഷൻ, അതിലെ പ്രോപ്പർട്ടീസും ഫോർമുലാസും എല്ലാം നോക്കാം. അത് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ബിക്കോസ് റേഷ്യോയും പ്രപ്പോർഷനിൽ നിന്ന് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന ഏകദേശം റേഷ്യോ തന്നെയാണ്. പ്രപ്പോർഷൻ നമുക്ക് ആ ഡെഫിനേഷൻ വെച്ച് നമുക്ക് അതൊന്നും മനസ്സിലാക്കാം. സോ ഫസ്റ്റ്, റേഷ്യോ ഇസ് ദ കമ്പാരിസൺ ഓഫ് size of 2 or more quantities of same kind, same unit by division. സോ നമുക്ക് എയും ബിയും എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്, എയും ബി എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ദെൻ ദ fraction A and B are two quantities of same kind and same unit. Then the fraction A divided by B is called ratio of A to B. Ratio of A to B. So that means നമുക്കിത് ഡിനോട്ട് ചെയ്യുന്നത് A is to B. നമ്മുടെ ക്വസ്റ്റ്യനിലെല്ലാം തന്നെ A is to B അല്ലെങ്കിൽ 2 is to 3 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടത് ഫ്രാക്ഷനാണ്. സോ നമ്മൾ എങ്ങനെ എഴുതും? 2 divided by 3. So A and B are two quantities. Then the fraction A divided by is called the ratio of A to B and is denoted as A is to B. So A നമ്മൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് എന്ന് വിളിക്കും, ബി എ നമ്മൾ സെക്കൻഡ് ടേം അല്ലെങ്കിൽ കോൺസിക്വൻറ്റ്. സോ നോർമലി നമ്മളൊരു ഫ്രാക്ഷനിൽ 1/2 ആണെങ്കിൽ 1നെ ന്യൂമറേറ്റർ എന്നും 2നെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത്. ബട്ട് റേഷ്യോയിലോട്ട് വരുമ്പോൾ എന്താണ്, ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമുക്ക് ഈ റേഷ്യോ എന്ന് പറയുന്നത്. കൊണ്ട് തന്നെ എ ഡിവൈഡഡ് ബൈ ബി അല്ലെങ്കിൽ എ ഈസ് ടു ബി ആണെങ്കിൽ എ നമ്മൾ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് എന്ന് വിളിക്കും, ബി എ നമ്മൾ സെക്കൻഡ് ടേം അല്ലെങ്കിൽ കോൺസിക്വൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ റിമാർക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്.
both the terms of a ratio can be multiplied or divided by same non-zero number. Usually a ratio is expressed in the simplest form. So നമ്മൾ റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കമ്പാരിസന് വേണ്ടിയാണ്. നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും റേഷ്യോ എഴുതുന്നത്. ദാറ്റ് മീൻസ് 5/10 5 ഡിവൈഡഡ് ബൈ 10 എന്നാണ് നമ്മുടെ റേഷ്യോ. രണ്ട് ക്വാണ്ടിറ്റീസ് 5 ഡിവൈഡ് ബൈ 10 ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? റേഷ്യോ എപ്പോഴും എന്ത് വേണം? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമാറ്റിലായിരിക്കണം. സോ ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സെയിം non-zero നമ്പറായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2. ദാറ്റ് മീൻസ് 1:2. സോ ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ്. റേഷ്യോ എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഉണ്ടോ, നമുക്കൊരു റേഷ്യോ തന്നാൽ അത് ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിരിക്കില്ല, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും തന്നിരിക്കുന്നത്. 5:10. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? നമുക്ക് 1:2. ദെൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ടേംസ് ഓഫ് റേഷ്യോ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് A:B എന്ന് പറഞ്ഞാൽ A ഡിവൈഡഡ് ബൈ B തന്നെയാണ്, അല്ലാണ്ട് തിരിച്ചെഴുതരുത്. B:A എന്ന് പറഞ്ഞാൽ B ഡിവൈഡഡ് ബൈ A ആണ്. ആൻറ്റിസിഡൻറ്റും കോൺസിക്വൻറ്റും എന്താണെന്ന് റേഷ്യോയുടെ ഡെഫിനിഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ആ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ദ റേഷ്യോ A:B. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇഫ് എ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ദ റേഷ്യോ A:B, ദെൻ ദ ന്യൂ ക്വാണ്ടിറ്റി. സോ എക്സ് ആയിരുന്നു ഇൻക്രീസ്, എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ റേഷ്യോ A:B. ദെൻ ഈ ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ കിട്ടുന്ന ന്യൂ ക്വാണ്ടിറ്റി വിൽ ബി എക്സ് ഇൻറ്റു ബി ബൈ എ. A:B ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എങ്കിൽ നമുക്ക് ന്യൂ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്? ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ. A:B ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? B ഡിവൈഡഡ് ബൈ എ. ദെൻ ഇൻവേഴ്സ് റേഷ്യോ, ദെൻ കണ്ടിന്യൂഡ് റേഷ്യോ. സോ നമുക്ക് 3 ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ A:B:C നമുക്ക് എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് റേഷ്യോ. A:B:C നമുക്ക് എന്ത് വിളിക്കാം? കണ്ടിന്യൂസ് റേഷ്യോ.
ഹലോ, കേൾക്കാമോ? ഇപ്പോഴാണോ? ദെൻ കണ്ടിന്യൂഡ് റേഷ്യോ. സോ നമുക്ക് രണ്ടിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് A:B:C എന്ന് എഴുതാണ് കണ്ടിന്യൂസ് റേഷ്യോ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഇൻവേഴ്സ് റേഷ്യോ. സോ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. വൺ റേഷ്യോ is said to be inverse of another if their product is equal to 1. സോ ഫസ്റ്റ് A:B യുടെ ഇൻവേഴ്സ് റേഷ്യോ B:A ആണ്. A:B യുടെ ഇൻവേഴ്സ് റേഷ്യോ B:A ആണ്. ദാറ്റ് മീൻസ് A/B ഇൻറ്റു B/A എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാം ക്യാൻസൽ ആകും, 1 എന്ന് കിട്ടും. ദെൻ നമുക്ക് രണ്ടിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. A:B:C ഇതിൻ്റെ ഇൻവേഴ്സ്. സോ നമുക്ക് നോർമലി സ്റ്റുഡൻസ് പറയുന്നത് A:B അത് നേരെ തിരിച്ചിട്ടാൽ രണ്ടെണ്ണം ആണെങ്കിൽ നമുക്കത് ശരിയാകും. ബട്ട് ആക്ച്വലി നമ്മുടെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് റേഷ്യോയുടെ പ്രോഡക്റ്റ് എന്ത് വരണം? 1 വരണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേഴ്സ് റേഷ്യോ. സോ A:B:C യുടെ ഇൻവേഴ്സ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒന്ന് നോക്കാം. A:B:C എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ഒഴികെയുള്ള ബാക്കി രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് B:B ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് B ഒഴികെയുള്ള ബാക്കി രണ്ട് ടേം AC ദെൻ C കറസ്പോണ്ടിങ് ആയിട്ട് A ഒഴികെ ബാക്കി രണ്ട് ടേം AB. സോ BC:AC:AB ആണ് A:B:C യുടെ ഇൻവേഴ്സ് റേഷ്യോ. സോ അതേപോലെ തന്നെ 4 ടേംസ് വന്നാൽ A:B:C:D യുടെ ഇൻവേഴ്സ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A:B:C:D യുടെ ഇൻവേഴ്സ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വന്നാൽ സോ A:B:C:D എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് A ഒഴികെ ബാക്കിയുള്ള ടേംസിൻ്റെ പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് BCD:B കറസ്പോണ്ടിങ് ആയിട്ട് B ഒഴികെയുള്ള ബാക്കി ടേം ACD:C ഒഴികെ ബാക്കിയുള്ള ABD:D ഒഴികെ ബാക്കി ABC. സോ ദാറ്റ് മീൻസ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് റേഷ്യോസ് അതിൻ്റെ പ്രോഡക്റ്റ് 1 വന്നാലാണ് നമുക്ക് എന്ത് പറയുന്നത്? ഇൻവേഴ്സ് റേഷ്യോ. A:B യുടെ എങ്കിൽ പറഞ്ഞ പോലെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ ആക്ച്വൽ ഡെഫിനിഷൻ അതല്ല. നമുക്ക് രണ്ടിൽ കൂടുതൽ ടേംസ് ഉള്ള കേസസ് നമുക്ക് വരാറുണ്ട്. സോ അവിടെ നമ്മൾ എടുക്കുന്നത് A:B:C യുടെ ഇൻവേഴ്സ് റേഷ്യോ. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? എക്ക് നിന്നുകൊണ്ട് A ഒഴികെ ബാക്കിയുള്ള BC, ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് B ഒഴികെ ബാക്കിയുള്ള ടേം സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C ഒഴികെ. അതേപോലെ തന്നെ ഇവിടെയും എക്ക് BCD, ബിക്ക് ACD, സിക്ക് ABD, ഡിക്ക് ABC. ഓക്കെ, ദെൻ കോമ്പൗണ്ടഡ് റേഷ്യോ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് റേഷ്യോയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കോമ്പൗണ്ടഡ് റേഷ്യോ. നമുക്ക് രണ്ടോ അതിൽ കൂടുതൽ റേഷ്യോസ് വന്നിട്ടുണ്ട്. A:B and C:D ആർ ഗിവൺ. Then it's compounded ratio. So A:B, C:D given ആണ്. Compounded ratio will be നേരെ എന്താണ്? AC:BD ആണ്. That means compounded ratio means നമുക്ക് എങ്ങനെ പറയാം? Compound ratio given ratios will be product of antecedents to product of consequence ആണ്. Product of antecedents is to product of consequence ആണ്. Product of antecedents is to product of consequence ആണ് എന്ത് വരുന്നത്? കോമ്പൗണ്ടഡ് റേഷ്യോ. ദെൻ ഏറ്റവും കൂടുതൽ തവണ പിന്നീട് റേഷ്യോയിൽ നിന്ന് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. A:B യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് A²:B². സോ ദാറ്റ് മീൻസ് എ റേഷ്യോ കോമ്പൗണ്ടഡ് ടു ഇറ്റ്സെൽഫ് is called a duplicate ratio. A ratio compounded to itself is called a duplicate ratio.
Then subduplicate ratio ആണെങ്കിൽ A is to B യുടെ subduplicate ratio will be root of A is to root of B. Root of A is to root of B ആണ് A is to B യുടെ subduplicate ratio. Then triplicate ratio ആണെങ്കിൽ A is to B യുടെ triplicate ratio will be A cube is to B cube. Then subtriplicate ratio ആണെങ്കിൽ cube root of A is to cube root of B. Cube root of A is to cube root of B. Then ഒരു റേഷ്യോയെ കമൻഷറബിൾ ഇതുവരെ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാണ്, എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. കമൻഷറബിൾ ആകുന്നത് റേഷ്യോയുടെ ടേംസ് എല്ലാം ഇൻഡിജേഴ്സ് ആണെങ്കിലാണത് റേഷ്യോയെ കമൻഷറബിൾ എന്ന് വിളിക്കുന്നത്. ഇൻകമൻഷറബിൾ ആകണമെങ്കിൽ റേഷ്യോയുടെ ടേംസ് ഇൻഡിജർ അല്ലാതെ വരുന്ന കേസസിനാണ്, നോട്ട് ഇൻഡിജേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻകമൻഷറബിൾ. ദെൻ ഗ്രേറ്റർ ഇൻഇക്വാളിറ്റി, ലെസ്സർ ഇൻഇക്വാളിറ്റി. സോ നമുക്ക് ഒരു റേഷ്യോ ഉണ്ട് A ഈസ് ടു B. ദാറ്റ് മീൻസ് നമ്മളിങ്ങനെയാണ് റേഷ്യോ വരുന്നത് A ബൈ B. ഇതിൽ A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ന് മുകളിൽ ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഗ്രേറ്റർ ഇൻഇക്വാളിറ്റി. സോ ലെസ്സർ ഇൻഇക്വാളിറ്റി A ഈസ് ടു B, ദാറ്റ് മീൻസ് A ബൈ B, A ലെസ് ദാൻ B ആണെങ്കിൽ, സോ ദാറ്റ് മീൻസ് ആൻറ്റിസിഡൻറ്റ് ഈസ് ലെസ് ദാൻ കോൺസിക്വൻറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ താഴെ ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ലെസ്സർ ഇൻഇക്വാളിറ്റി. സോ ഇത്രയാണ് നമ്മൾ റേഷ്യോസിൽ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടി. സോ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടഡ് റേഷ്യോ, ദെൻ ഡ്യൂപ്ലിക്കേറ്റ്, സബ് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. RTPയിലും MTPയിലും നമുക്ക് എക്സാമിനും എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്ട്രേറ്റ് അവേ പ്രപ്പോർഷൻസിലേക്ക് പോവാണ്, പ്രപ്പോർഷൻസിൻ്റെ തിയറി. സോ അൻ ഇക്വാലിറ്റി ഓഫ് ടു റേഷ്യോസ് ഈസ് കോൾഡ് എ പ്രപ്പോർഷൻ. സോ നമുക്ക് 4 ടേംസ് ഉണ്ട്. സോ 4 ടേംസ് ഉണ്ട്. സോ 4 ടേംസ് ഉണ്ട്. സോ നമുക്കിവിടെ CA സാലറി ഇത് ഡിപ്പെൻസ് ആണ്, നമ്മളത് ജോയിൻ ചെയ്യുന്ന ഫേമിനനുസരിച്ചിരിക്കും. നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ജോബിനാണ് ചേരുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ട് പ്രാക്ടീസ്, അങ്ങനെ അതിന് ഡിപ്പെൻസ്, അതനുസരിച്ചിരിക്കും നമുക്ക് ആ ഒരു മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഇയർലി ഇൻകം ഏൺ ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് ഓൺലൈനിൽ. ദെൻ പ്രപ്പോർഷൻസ്, ആ ഇക്വാലിറ്റി ഓഫ് ടു റേഷ്യോസ് ഈസ് കോൾഡ് എ പ്രപ്പോർഷൻ. ദെൻ നമുക്ക് 4 ക്വാണ്ടിറ്റീസ് A B C D 4 ക്വാണ്ടിറ്റി ഉണ്ട്. അത് പ്രപ്പോർഷനിലാണ് എന്ന് പറയണമെങ്കിൽ എന്താണ്, ദർ ഷുഡ് ബി ആൻ ഇക്വാലിറ്റി ഓഫ് റേഷ്യോസ്. A ഈസ് ടു B ഈക്വൽ ടു C ഈസ് ടു D ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 റേഷ്യോസ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഈക്വൽ സൈൻ. ദാറ്റ് മീൻസ് 2 റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ 4 ടേംസ് എന്തിനാണെന്ന് പറയാം, A B C D ആർ ഇൻ പ്രപ്പോർഷൻ. A B C D ആർ ഇൻ പ്രപ്പോർഷൻ. ദെൻ ഇതിനകത്താണ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് സ്ഥിരമായിട്ട് നമുക്ക് പ്രപ്പോർഷനിൽ ചോദിക്കുന്ന 3 ടേം തന്നിട്ട് ഒരു ടേം മിസ്സിംഗ് ആണ്, പ്രപ്പോർഷനിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഫസ്റ്റ് ടേമിന് ലാസ്റ്റ് ടേമിന് നമ്മൾ എക്സ്ട്രീം ടേംസ് എന്നും ഇതിനെ മിഡിൽ ടേംസ് അല്ലെങ്കിൽ മീൻസ് എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് നോക്കിയാൽ പ്രോപ്പർട്ടി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ള പ്രോഡക്റ്റ് is equal to സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിലുള്ള പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ് അല്ലെങ്കിൽ മിഡിൽ ടേംസ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. 5:10 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, 1:2 ഈക്വൽ അല്ലേ. 5:10 ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് 1:2. നമ്മുടെ പ്രോപ്പർട്ടി നോക്കിയാൽ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് 5 × 2 ഷുഡ് ബി ഈക്വൽ ടു 10 × 1. 10 ഈക്വൽ ടു 10 കിട്ടിയില്ലേ. സോ ദാറ്റ് മീൻസ് നമ്മുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് is equal to product of means. Product of extremes will be equal to product of means. Product of extremes will be equal to product of means. Then continuous proportions. Product of extremes equal to product of means അല്ലെങ്കിൽ continuous proportion. ഇവിടെ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Product of extremes will be equal to product of means. അതേപോലെ 3 ടേംസ് തന്നിട്ട് continuous proportion ആണെങ്കിൽ the 3 quantities A, B, C are said to be in continuous proportion. A, B, C are said to be in continuous